ആറന്മുള ജംഗ്ഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീടുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. റോഡിലൂടെയാണ് പോകുന്നത്. JCBയിലാണ് ഈ പല ആളുകളും കുടുങ്ങിക്കിടക്കുന്നു. അവരെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ JCBയിൽ ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നത്. JCB ഉപയോഗിച്ച വഴിയിലുള്ള പ്രശ്നങ്ങൾ മാറ്റുകയാണ്. ഇവിടെ ഈ ഓടയും മറ്റുമൊക്കെ ഉണ്ട്. ഈ ഓട ഏതാണ്, അതോടൊപ്പം തന്നെ സൈഡിൽ പാടമുണ്ട്. ആ പാടം ഏതാണ്, റോഡ് ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. തെക്കൻ മേഖലയിൽ മഴ ശക്തമാവുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മളിവിടെ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ട് വരും. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് ആറന്മുള നേരിടുന്നത് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഈ മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് പ്രതിസന്ധി ഇരട്ടിയായി മാറും. ആശങ്കപ്പെടാനുള്ളൊരു അവസ്ഥയുണ്ടോ? അല്ല, വെള്ളം കൂടുന്നുണ്ട്. മഴ പെയ്യുന്നത് തുടരുകയാണ്. അതുകൊണ്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വഴി ഭരണകൂടം എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരത്തുള്ളവരും പൂർണ്ണമായും അവിടുന്ന് ഒഴിഞ്ഞ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം. ഒരു സാഹചര്യം നമ്മൾ മുൻകരുതലായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാ ക്യാമ്പിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. റവന്യൂ വകുപ്പും സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് രാത്രി റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിയാൽ ഒരു 24 അവർ, അതാണ് നമ്മൾ പറയുന്നത്, 24 അവറും കൊണ്ട് ഇത് സെറ്റിലായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി പോകാവുന്നതാണ്. മിക്കവാറും പ്രദേശങ്ങളിലെ കറണ്ട് ഇപ്പോൾ ഇല്ല. കറണ്ട് ഡിസ്കണക്റ്റായി. പല മേഖലയിൽ ഒപ്പിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇത് പോസ്റ്റുകൾ മറിഞ്ഞു വീണൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് രാത്രി ആയി കഴിയുമ്പോൾ തന്നെ ഇരുട്ടത്ത് കൂടെ ആയി കഴിയുമ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം വളരെ ബുദ്ധിമുട്ടായി തീരും. അതുകൊണ്ടാണ് ഇവിടെ മന്ത്രിയും MLAയും കളക്ടറും എല്ലാം ചേർന്ന് ഇപ്പോൾ ഒറ്റപ്പെട്ട് വീടുകളിലിരിക്കുന്ന ആളുകൾ അവിടെ തന്നെ തുടരാതെ തൊട്ടടുത്തുള്ള സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നുള്ള റിക്വസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിയും MP യും MLAയും എല്ലാം വ്യക്തമാക്കുന്നത്. ആളുകൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ മടി കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പാടില്ല എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത്.